Life is a winding road, no telling where it goes. ഇപ്പോൾ നമ്മളങ്ങനെ സൺഡേയിൽ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വാങ്ങിച്ചുകൊണ്ട ഐറ്റംസ് എല്ലാം വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ഇട്ടത്. ഞാൻ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിക്കിളിടാം, അച്ചാറിടാന്നുള്ളൊരു പർപ്പസിലാണ് വാങ്ങിയത്. അപ്പോൾ അതെല്ലാം അതാ അങ്ങനെ നമ്മൾ കട്ടിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് ആരംഭിച്ചിരിക്കുന്നു. പിന്നെ വെളുത്തുള്ളിയിൽ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ തന്നെ ക്ലീൻ ആക്കി തന്നതാട്ടോ. അപ്പോൾ അതിൽ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ചും കൂടെ വെളുത്തുള്ളി നമുക്ക് വേണം. അപ്പോൾ അത് ഞാൻ എന്താ ഒരുപാട് വെളുത്തുള്ളി ഇടണല്ലോ, കുറച്ച് ഇടുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇഞ്ചി ക്ലീൻ ആക്കാനായിട്ട് ഞാൻ എടുത്തു. അപ്പോഴാണ് എനിക്ക് തോന്നി ഈ ഒരു പണി ചേട്ടനെ ഏൽപ്പിക്കാമെന്ന്. കാരണം ക്യാരറ്റൊക്കെ എനിക്ക് ആ ഒരു സൈസ് അളവൊക്കെ നോക്കി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത് ക്ലീനിങ് കാര്യങ്ങൾ ചേട്ടനോടത്ത് ചേട്ടൻ വേഗം ചെയ്തു തരും. അപ്പം അതുകൊണ്ട് ഇത് ചേട്ടനെ ഏൽപ്പിക്കാമെന്ന് വെച്ചാൽ ഞാൻ അവിടേക്ക് കത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റിന് ഞാൻ എന്താ ഈ ഒരു നീളത്തിലാട്ടോ കട്ട് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സെൻറ്ററിലുള്ള ഒരു യെല്ലോ പാർട്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാനോർത്തു കൂടുതലായിട്ടുള്ളതൊന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാമെന്ന്. അപ്പോൾ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വാഷ് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് ഞാൻ തുടച്ചെടുത്തിരിക്കുന്ന ക്യാരറ്റാണ്. വെള്ളമൊന്നുമില്ല, നല്ല പോലെ തന്നെ ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നതാണ്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ. അപ്പോൾ ഇതേപോലെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി നമുക്കിതിനെ ചെറുതാക്കാനുണ്ട് കേട്ടോ. മീൻസ് ഞാൻ അരിഞ്ഞിട്ടില്ല, അരിയാൻ കിടപ്പുണ്ട്. അപ്പം ഞാൻ ആദ്യം ഓർത്തു എല്ലാത്തിനും ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടിട്ട് അരിഞ്ഞു വയ്ക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് അതെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് നമുക്ക് പിക്കിളിടാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേഗത്തിലിടാന്ന് വിചാരിച്ച് വന്നേ. പിന്നെ ഓർത്തു ഞാനിടുന്ന ക്യാരറ്റ് അച്ചാർ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ, നിങ്ങളുമായിട്ട് നമ്മുടെ ക്യാരറ്റ് പിക്കിൾ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അത് ഓർത്തിട്ട് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഈ ദിവസങ്ങളിലൊക്കെ ബിസിയാണ്. നല്ല എന്താ പറയുക, സ്കൂളിൽ നിന്ന് കഴിയുമ്പോൾ നല്ല ക്ഷീണമാണ്. അപ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങും. ഇന്നൊക്കെ സുഖമായിട്ട് ഉറങ്ങി എണീറ്റ് ഫ്രഷായി. പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ചൂടെ ഞങ്ങളുടെ ക്യാമ്പസിൽ തന്നെ ജസ്റ്റ് ഒന്ന് അവരോടൊക്കെ നടക്കും. ഈവനിങ് വാക്ക് എന്ന പേര്. ഇത്തിരി നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മളോടൊക്കെ നടക്കും. കൈ കാലൊക്കെ ഒന്ന് അനക്കി അതൊക്കെ കഴിഞ്ഞിട്ടാണ് കയറി വന്ന് ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് എനിക്ക് വൈകുന്നേരത്തിനുള്ള സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനില്ല, കറി റെഡി. പിന്നെ ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കിയത്? ഇന്ന് ഞങ്ങൾ പനീർ പൊറോട്ട ഉണ്ടാക്കിയായിരുന്നു. പനീർ പൊറോട്ട, ഇതാണ് നമ്മുടെ പനീർ പൊറോട്ട. അതാ. അപ്പോൾ ഇത് 2-3 ബാക്കി ഇരിപ്പുണ്ട്. ഇത് അഞ്ചുവിനും ഇഷ്ടം. അപ്പം അങ്ങനെ ഇത് ഇരിപ്പുണ്ട്. എനിക്ക് ഇത്തിരി ചോറും കൂടി ഉണ്ടാക്കിയാൽ മതി. ചോറും കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ പനീർ പൊറോട്ടയ്ക്ക് ഇതായി ഇന്ന് കാലത്ത് ഉണ്ടാക്കിയ മല്ലിയില ചട്നി കേട്ടോ ഇത്. അപ്പോൾ ഈ ചട്നി ഇരിപ്പുണ്ട്. കുറച്ച് ചോറ് ഇരിപ്പുണ്ട്, പക്ഷെ തികയില്ല. കുറച്ചും കൂടെ ചോറുണ്ടാക്കണം. പിന്നെ നല്ല അടിപൊളി സാമ്പാർ കറി വെച്ചത് ഇരിപ്പുണ്ട്. സാമ്പാർ കറി ഞാൻ എടുത്തുകൊണ്ട് വരാം. അതേ നമ്മുടെ സാമ്പാർ കറി ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് എടുത്തുകൊണ്ട് എന്താ കേട്ടോ കറിയുടെ സെറ്റ്. അപ്പം എനിക്ക് ചോറ് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് അച്ചാറിൻ്റെ പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചത്. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് പിന്നെ അച്ചാറൊന്നും ഇടാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് ഞാൻ ഓർത്തു എന്തായാലും അച്ചാറിടും. അപ്പോൾ ആരംഭിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഞാൻ മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അച്ചാറിടുന്ന മെത്തേഡ് ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഓറഞ്ച് കളറിലുള്ള ക്യാരറ്റും കിട്ടും, റെഡ് കളറിലുള്ള ക്യാരറ്റും കിട്ടും. റെഡ് കളറിലുള്ള ക്യാരറ്റ് ഒത്തിരി അധികം കിട്ടുന്ന സമയമാണ് ഇപ്പം. പക്ഷെ ഈ ക്യാരറ്റ് സമ്മറിലധികം കിട്ടില്ല. സമ്മറിൽ കിട്ടുന്നത് ഓറഞ്ച് കളറിലുള്ള ക്യാരറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ ക്യാരറ്റ് വെച്ച് ഇതിനാണെങ്കിൽ ഇപ്പോൾ അധികം റേറ്റ് ഇല്ല, ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സമയമല്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഇത് കിട്ടാത്തപ്പോൾ നമുക്ക് ഓറഞ്ച് യൂസ് ചെയ്യാം. ഇനി എന്തെങ്കിലും മാർക്കറ്റിൽ പോകുമ്പോൾ വേണം നമുക്ക് നെല്ലിക്ക വാങ്ങിക്കാനായിട്ട്. നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ.
അപ്പോൾ നെല്ലിക്ക കൊണ്ടുള്ള അച്ചാറും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ചോറിനൊക്കെ നമുക്ക് എന്ത് കറിയാണെങ്കിലും ഇത്തിരി അച്ചാറ് കൂടി ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ കഴിക്കാൻ. അപ്പോൾ ഇനി പോകുമ്പോൾ നെല്ലിക്ക, പിന്നെ ചേട്ടന് കൂടുതൽ ഇഷ്ടം ബീറ്റ്റൂട്ടാണ്, ബീറ്റ്റൂട്ട് അച്ചാർ. ബീറ്റ്റൂട്ട് അച്ചാർ പക്ഷെ കുറേ നാളത്തേക്കൊക്കെ അങ്ങനെ ഇരിക്കാറില്ല. അല്ല, ഈ അച്ചാറും അധികം നാളത്തേക്കൊന്നും ഇരിക്കില്ല കേട്ടോ. അച്ചാറൂടെ വെച്ച അച്ചാറിന് നല്ല ഡിമാൻഡ്, വേഗം കഴിയും. അപ്പോൾ എന്തായാലും ഇതാ ഈ രീതിയിൽ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് പിക്കിളിടാം. അപ്പോൾ ഈ ക്യാരറ്റ് എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് വെളുത്തുള്ളി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ചേട്ടൻ്റെ സഹായത്തോടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തേക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് നടുവേ ഒന്ന് കീറി എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി നീളത്തിൽ കഷ്ണങ്ങളാക്കി അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്രയുള്ള നമ്മുടെ ഐറ്റംസൊക്കെ. പിന്നെ ഇതാ അവിടെ നമ്മുടെ ചൊറുക്ക വിനീഗർ 1 ബോട്ടിൽ അതിരിപ്പുണ്ട് കേട്ടോ. ഇത് പുതിയ ബോട്ടിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ വിനീഗർ 1 ബോട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പൊടികളൊക്കെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അച്ചാറിൻ്റെ പണികളോട് തുടങ്ങുമ്പോൾ എല്ലാം നമ്മുടെ അടുത്ത് റെഡി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കൽ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഒന്നും കരിഞ്ഞു പോകാതൊക്കെ വേഗത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വേണ്ട പൊടികളൊക്കെ ഞാനിപ്പോൾ ഈ സമയത്ത് അവിടെ ഇട്ട് വയ്ക്കും. ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ബൗളൊക്കെ ഞാൻ അവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്യാരറ്റ് അച്ചാറിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത്തിരി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ വേണ്ടത് നമുക്ക് എരിവിനുള്ള മുളക് പൊടി. അപ്പോൾ അതും എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുറച്ച് 2 സ്പൂൺ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ട് കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് കായം. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ നോക്കുന്നില്ല. ഒരു കുറച്ച് കായം ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാനിവിടെ അച്ചാർ പൊടി ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ അച്ചാറിൻ്റെ പൊടി ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ ചൂടാക്കിയൊക്കെ പൊടിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് വേഗം അച്ചാറുണ്ടാക്കാം. അപ്പോൾ നമുക്ക് പാനിൻ്റെ വേഗം അടുപ്പത്തേക്ക് വയ്ക്കുക. പാനൊക്കെ ഞാൻ വാഷ് ചെയ്ത് തുടച്ച് ഒക്കെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമുക്കിതിൽ ആദ്യം വറുത്ത് കോരിയെടുക്കണം. ഈ ക്യാരറ്റിനെ ഒന്ന് സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ ഒത്തിരി നേരം വറുക്കണ്ട, ജസ്റ്റ് ഒന്ന് ആ ഓയിലിട്ടൊന്ന് വാട്ടിയെടുക്കണ മാതിരി ചെറുതായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ വേഗം ഒഴിച്ചു കൊടുക്കാം. പാനൊക്കെ ചൂടായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ വറുത്ത് കോരിയൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്തുള്ള ജലാംശം ഒട്ടും ഇല്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പിക്കിള് കുറേ നാളൊക്കെ കേട് വരാതിരിക്കും. പിന്നെ വറുക്കാതെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ വറുത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പിക്കിളിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ കേട് വരാതെ കുറേ നാളിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വറുത്തെടുക്കുന്നത്. ഇന്ന് ഓയിലൊന്ന് ചൂടാവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഓയിലൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിക്കിളിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് കറിവേപ്പില ഒട്ടുമില്ല ഇവിടെ. ഞങ്ങൾക്കിപ്പോൾ കറിവേപ്പില എന്നൊന്നും സാധനം കിട്ടില്ല, ഒട്ടും കിട്ടാത്ത ഒരു സീസണാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്യാരറ്റ് പിക്കിളിനകത്ത് കറിവേപ്പില ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും ക്യാരറ്റിലൊക്കെ എല്ലാ പിക്കിളിലും നമുക്ക് കറിവേപ്പിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലതാണ്, ആ ഫ്ലേവറിനൊക്കെ നല്ലതാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചേർക്കാത്ത കേട്ടോ. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ആ ഒരു ക്രിസ്പിനെസ് ഒന്ന് മാറുമ്പോൾ നമുക്ക് കൊഴിയെടുക്കാം. മുഴുവൻ ക്രിസ്പിനെസ്സും കളയണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ആ വെള്ളത്തിൻ്റെയൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട്. ഇവിടെ അച്ചാർ പൊടിയിൽ ഞാൻ ചേർത്തിരിക്കുന്നത് കടുക്, ഉലുവ, ഒരു ചെറിയ കഷ്ണം കരയാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട. അപ്പോൾ അതൊക്കെ ചേർത്ത് ചൂടാക്കി പൊടിച്ചിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഏലക്കായ, ഒരു 2 ഏലക്കായും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് നമ്മൾ പൊടി ഉണ്ടാക്കി ഞാൻ സ്റ്റോർ ചെയ്തേക്കാണ്. കാരണം അച്ചാറുണ്ടാക്കുന്ന സമയത്തൊക്കെ ആ പൊടിയിൽ നിന്ന് വേഗം എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കടുകും ഉലുവയൊക്കെ ചൂടാക്കി പൊടിക്കാനൊന്നും നിൽക്കണ്ട. പൊടിക്കുന്ന സമയത്ത് ഇത്തിരി അധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ
ഇടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യണം. അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഞങ്ങൾ ഉപ്പേരി എന്ന് പറയും. ഉപ്പേരി നമുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്യാരറ്റിനെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചി കേട്ടോ. അതിൻ്റെ മാതിരി തന്നെ നമ്മുടെ പിക്കിളിനായാലും. അപ്പം അതുകൊണ്ട് മാത്രം ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നത് ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയി കിട്ടി കഴിയുമ്പോൾ തന്നെ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. കേടാവാതെ ഇരിക്കും. നമ്മുടെ അച്ചാർ ഇങ്ങനെ കുറേ നാളത്തേക്കൊന്നുള്ളതില്ല കേട്ടോ. അപ്പോൾ കേടായി പോകുന്നുള്ള ടെൻഷനൊന്നും ഇല്ല എനിക്ക്. പെട്ടെന്ന് പിന്നെ തീരും, കാരണം കുറച്ചെല്ലാം ഉണ്ടാക്കണമെന്നുള്ളൂ. അപ്പോൾ എന്തായാലും എന്താ ഇതിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓയിലിൽ നിന്ന് കോരി മാറ്റണം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ അതേ ക്യാരറ്റ് മുഴുവൻ ഞാൻ ഓയിലിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ളത് ഓയിലുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഓയിലുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ പിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് കടുകാണ് കേട്ടോ. അപ്പോൾ ഈ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്തിടുന്നത് നമ്മുടെ ഇഞ്ചി കട്ട് ചെയ്തത്. ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പച്ചമുളക് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ അച്ചാറിൻ്റെ ഈ കൂട്ടിനകത്തേക്ക് നമുക്കൊരു ശകലം ഷുഗർ പൊടിച്ചത് ഇത്തിരി ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് പിക്കിളിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതാ ഒരു 1/2 സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത പൊടികളെല്ലാം നമുക്കിതാ ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിടാം. ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ട് ഞാൻ എന്താ ഇതിനകത്തേക്ക് ചൊറുക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചൂടേപ്പാടെ തന്നെ ചൊറുക്കിയൊക്കെ നല്ലപോലെ വിനീഗർ ചൂടാക്കി കിട്ടും. കുറച്ച് വിനീഗർ ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ഉപ്പ് ചേർക്കണം ഇപ്പോൾ ഈ സമയത്ത്. കുറച്ചും കൂടെ ചൊറുക്ക ഞാൻ എന്താ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പൊടികളൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും പിന്നെ ഈ വഴറ്റിയെടുത്തതും പൊടികളും എല്ലാം കൂടെ നല്ലപോലെ മിക്സപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഞാനിത് ബോട്ടിലിലേക്കൊക്കെ ആക്കുന്നുള്ളൂ. നമ്മൾ വേണ്ട ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇനി എല്ലാവരും സെറ്റാവും. നമുക്ക് നോക്കാമെന്ന്. നല്ല അടിപൊളി പിക്കിൾ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളിതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ഇങ്ങനെ ഉണ്ടാക്കി അടിപൊളിയാണ്. അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. ചെറുനാരങ്ങയുടെ തൊണ്ടൊക്കെ എടുത്ത് ഞാൻ ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു പിക്കിൾ ഇടാനായിട്ട്. അതിൻ്റെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ 2 ദിവസം മുമ്പ് ടൈം കിട്ടിയപ്പോൾ പിക്കിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ എടുക്കാൻ തുടങ്ങി. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ. അപ്പോൾ അതായത് ഇങ്ങനെ ബോട്ടിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ പിക്കിളൊക്കെ ഉണ്ടാക്കി ആകെ മിസ്സായൊക്കെ കിടക്കണം. ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ ബോട്ടിലുകളിലൊക്കെ ഇട്ട് വെക്കലൊക്കെ രാവിലെ, അപ്പോഴേക്കും നല്ലപോലെ തണുത്തിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്കൊന്ന് ഉറങ്ങാൻ പോണ സമയത്ത് മുകളിൽ എന്തെങ്കിലും ഒരു നെറ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കുക, അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചോ എങ്ങനെയെങ്കിലും ഒരു ഹാഫ് അടച്ചു വെക്കുക. ഫുൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റീം വാട്ടറൊക്കെ അത് മെൽക്കി വീഴും. അപ്പൊ അത് വീഴാതിരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു അടപ്പ് വെച്ചൊക്കെ അടച്ചു കൊടുക്കാം. രാവിലെ നമ്മൾ ബോട്ടിലേക്ക് ആക്കണമെങ്കിൽ നല്ലപോലെ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഞങ്ങൾ വൈകുന്നേരത്തെ ഞങ്ങളുടെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തിയാവും. ഒത്തിരി ജോലികൾ ഇനിയും ബാക്കിയുണ്ട്. ഇവിടെയൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്. നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം അതും കിടക്കണം. ക്ലാസ് ഒക്കെ ഉള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിലൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഈ വക ഗുസ്തികളെല്ലാം ചെയ്യുന്നത് കിച്ചണിൽ. അപ്പോൾ അങ്ങനെ ഒത്തിരി ജോലികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.